നമ്മൾ ഇന്ന് റൈറ്റ്സ് ഇഷ്യൂവിനെ പറ്റിയിട്ടാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്കൊരു സിമ്പിൾ സ്റ്റോറി അല്ലെങ്കിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ വഴി എന്താണ് റൈറ്റ്സ് ഇഷ്യൂ അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ എനിക്കൊരു കമ്പനി ഉണ്ട്, സൺഷൈൻ ലിമിറ്റഡ്. ഓക്കെ. സോ എൻ്റെ ഈ കമ്പനി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഗ്രോയിങ് സ്റ്റേജിലാണ്. സോ എനിക്ക് ഈ കമ്പനിയുടെ ഫാക്ടറീസ് എക്സ്പാൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഓക്കെ, എനിക്ക് ഫാക്ടറി ഒക്കെ എക്സ്പാൻഡ് ചെയ്യണം, അതുപോലെ തന്നെ ന്യൂ മെഷീൻസ് ബൈ ചെയ്യണം, അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ്ലി കുറച്ച് ലോണും കാര്യങ്ങളും ഒക്കെ എനിക്ക് റീപേ ചെയ്യേണ്ടതൊക്കെ ആയിട്ടുണ്ട്. സോ എൻ്റെ കയ്യിൽ എന്തില്ല, എൻ്റെ കയ്യിൽ ഇതിനൊന്നും പൈസയില്ല. ഉം. അപ്പൊ എനിക്ക് എന്ത് വേണം? എനിക്ക് കുറച്ചുകൂടി ക്യാഷ് വേണം, അല്ലേ? നീഡ് മോർ മണി, നീഡ് മോർ ക്യാഷ്. സോ ഞാൻ അപ്പൊ എന്ത് ചെയ്യും? എൻ്റെ മുന്നിൽ ഒരു 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, വീണ്ടും പോയി ലോൺ എടുക്കാം, അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും കടത്തിന് പൈസ വാങ്ങാം. അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവരോട് ചോദിക്കാം, അല്ലെ? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അവരെടുത്ത് പൈസ ചോദിക്കാമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഓപ്ഷൻ 2 എടുത്തു. അതായത് നമ്മുടെ കമ്പനിയിലെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനോട് പൈസ ചോദിക്കാം. ഓക്കെ. സോ ഞാൻ അങ്ങനെ കമ്പനിയിലെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനോട് പോവാൻ. ഓക്കെ, ഇവരൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സ്. ഞാൻ ഇവരോട് പോയി പറയുവാണ്, നിങ്ങൾ എൻ്റെ കമ്പനിയിലെ ഷെയർസ് ഓൾറെഡി ഓൺ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. നിങ്ങളുടെ കയ്യിൽ എൻ്റെ കമ്പനിയിലെ ഷെയർസ് ഓൾറെഡി ഉണ്ടല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം? ഞാനൊരു റൈറ്റ് തരാം. വേറൊന്നുമല്ല, ഞാൻ കുറച്ച് അഡീഷണൽ ഷെയർസ് തരാം. കുറച്ചും കൂടി ഷെയർസ് ഞാൻ തരാം അറ്റ് എ ഡിസ്കൗണ്ടഡ് പ്രൈസ്. ഓക്കെ, ഞാൻ പുതിയതായിട്ട്, അതായത് പബ്ലിക്കിലേക്ക്, അതായത് ഓൾറെഡി ഇല്ലാത്ത പുതിയ ആൾക്കാരിലേക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കമ്പനിയിൽ ഓൾറെഡി എൻ്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിനോട് ഞാൻ പോയി പറഞ്ഞു, നിങ്ങൾക്കായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ ഷെയർസ് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കായതുകൊണ്ട് ഞാനൊരു ഡിസ്കൗണ്ടഡ് പ്രൈസിന് തരാമെന്ന് ഞാൻ പറയുവാണ്. സോ ഈ ഒരു ഓഫർ, ഓക്കെ, ഈ ഒരു ഓഫറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പുതിയ ഷെയർസ് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ഇഷ്യൂ ചെയ്യുക, അതാണ് എന്ത്? റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ റൈറ്റ് ആർക്ക് മാത്രമേ ഉള്ളൂ? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇത് അവർ കമ്പൽസറിലി ഇത് അക്സെപ്റ്റ് ചെയ്യണം എന്നൊന്നുമില്ല. ഇത് അവരുടെ ചോയ്സ് ആണ്. ഇവർക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് ഇഷ്യൂ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. എൻ്റെ ചാനലിൽ എനിക്ക് കമൻറ്റ് ചെയ്ത ഒരാളാണ് കേട്ടോ ഫാത്തിമ എന്ന് പറയുന്നത്, ഫാത്തിമ നസീർ. സോ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഫാത്തിമ എൻ്റെ കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇയാളുടെ കയ്യിൽ, ഫാത്തിമയുടെ കയ്യിൽ 100 ഷെയർസ് ഉണ്ട്. ഓക്കെ, എത്ര ഷെയർസ് ഉണ്ട്? 100 ഷെയർസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫാത്തിമയോട് ഞാൻ പോയി പറഞ്ഞു ആദ്യം, ഫാത്തിമ, ഞാൻ ഇതേപോലെ റൈറ്റ് ഇഷ്യൂ നടത്തുവാണ്. സോ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ഷെയർ അഡീഷണലി കൊടുക്കും. ഓക്കെ, അതായത് 5 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക്, 5 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ എത്ര ഷെയർ ഡിസ്കൗണ്ടഡ് പ്രൈസിന് കൊടുക്കും? ഒരു ഷെയർ ഡിസ്കൗണ്ടഡ് പ്രൈസിന് കൊടുക്കും. ഇതാണ് എൻ്റെ റൈറ്റ് ഇഷ്യൂ എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു ഷെയർ ഡിസ്കൗണ്ടഡ് പ്രൈസ് എന്ന് പറയുന്നത് $50 ആണെന്ന് വിചാരിക്കുക. കറന്റ്ലി മാർക്കറ്റിൽ എൻ്റെ ഷെയറിന് $80 വാല്യൂ ഉണ്ട്. ഓക്കെ, സോ ആ $80 വാല്യൂ ഉള്ളൊരു ഷെയർ ഞാൻ എന്ത് ചെയ്യാം? $50 ഞാൻ ഫാത്തിമയ്ക്ക് തരാം, ഞാൻ ഫാത്തിമേനോട് പറയുവാൻ. അപ്പോൾ ഫാത്തിമ പറഞ്ഞു, ആ ഓക്കെ, എന്നാൽ ഞാൻ ഈ റൈറ്റ് ഇഷ്യൂ അക്സെപ്റ്റ് ചെയ്യാം എന്ന് ഫാത്തിമ പറയുവാൻ. സോ ഫാത്തിമയുടെ ഇപ്പോൾ 100 ഷെയർസ് ഉണ്ട്. സോ ഓരോ 5 ഷെയറിനും ഞാൻ എത്ര ഷെയർസ് അഡീഷണലി കൊടുക്കും? ഒരു ഷെയർ, അല്ലേ? ഡിസ്കൗണ്ടഡ് പ്രൈസിന് ഞാൻ ഒരു ഷെയർ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര ഷെയർസ് നമ്മുടെ ഫാത്തിമയ്ക്ക് കിട്ടും? നമ്മുടെ ഇപ്പോൾ ഫാത്തിമയുടെ 100 ഷെയർ ഉണ്ട്. 5 ഷെയർസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഷെയർ അഡീഷണലി കൊടുക്കും എന്നാണ് പറഞ്ഞത്. സോ അങ്ങനെ 20 ഷെയർസ്, അതായത് നമ്മുടെ ഫാത്തിമയ്ക്ക് എത്ര അഡീഷണൽ ഷെയർസ് കിട്ടി?
അതായത് എത്ര റൈറ്റ്സ് കിട്ടി? 20 ഷെയർസ് കിട്ടി അല്ലേ? സോ ഈ 20 ഷെയർസ് എത്ര രൂപയ്ക്ക് വാങ്ങാം? 20 ഇൻറ്റു 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1000 ആർക്ക് കിട്ടും? ഫാത്തിമയ്ക്കിപ്പോൾ 20 ഷെയർസ് കിട്ടി. ഓക്കെ, റൈറ്റ്സ് ഇഷ്യൂയിലൂടെ. നോർമലി മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയിരുന്നെങ്കിലോ 20 ഷെയർസിന് $80 വെച്ച് $1600 വാങ്ങണമായിരുന്നു. $1600 വാങ്ങാതെ ഇപ്പോൾ റൈറ്റ്സ് ഇഷ്യൂവിലൂടെ $1000 20 ഷെയർസ് കിട്ടി. അത് ലാഭമല്ലേ ഫാത്തിമേനെ സംബന്ധിച്ച്? സോ ഇതാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ഫാത്തിമയ്ക്ക് മണി കുറച്ചും കൂടി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? ഇനി ഇത് ഫാത്തിമ റൈറ്റ് ഇഷ്യൂ അക്സെപ്റ്റ് ചെയ്താലല്ലേ അല്ലേ? ഫാത്തിമയോട് ഞാൻ പോയി പറഞ്ഞു, ഫാത്തിമ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഞാൻ എൻ്റെ കമ്പനിയിൽ പുതിയതായിട്ട് കുറച്ച് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പോവാണ്. നീ ഓൾറെഡി എൻ്റെ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയതുകൊണ്ട് ഞാൻ നിനക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസിന് ഷെയർസ് തരാം. 5 ഷെയർസ് ഉള്ള ആൾക്ക് 1 ഷെയർ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് എന്നൊക്കെ ഞാൻ ഫാത്തിമയോട് പോയി പറയുന്നു. ഫാത്തിമ പറഞ്ഞു, എന്തൊക്കെയായാലും എനിക്കെന്ത്? എനിക്ക് റൈറ്റ്സ് ഇഷ്യൂ വേണ്ട. റൈറ്റ് ഇഷ്യൂ എനിക്ക് വേണ്ട. അതായത് ഫാത്തിമയ്ക്ക് റൈറ്റ് ഇഷ്യൂ വേണ്ട. സോ ഫാത്തിമ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാത്തിമയ്ക്കാണിത് വേണ്ടാത്തത്. ഓക്കെ, പുറത്ത് കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫാത്തിമ ഈ റൈറ്റ് ഇഷ്യൂ ഈ പുറത്തുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും? മറച്ചു വെക്കും അല്ലേ? ഷെയർ ഹോൾഡർ റൈറ്റ്സിനെ റീ അനൗൺസ് ചെയ്യും. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് അവരുടെ റൈറ്റ്സ് എന്ത് ചെയ്യും? പുതിയ ഇൻവെസ്റ്റേഴ്സിനോട്ട് സെല്ല് ചെയ്യും. സോ ആ ഒരു പരിപാടിനെയാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് റീ അനൗൺസ് ചെയ്യുക പറയുന്നത്. ഓക്കെ, ഒന്നുകിൽ ഫാത്തിമ റൈറ്റ് ഇഷ്യൂ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പുറത്തുള്ള ഷെയർ ഹോൾഡറിന് എന്ത് ചെയ്യും? തൻ്റെ റൈറ്റ് സെല്ല് ചെയ്യും. സോ ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് ഇഷ്യൂവിൻ്റെ കഥ. ഓക്കെ, റൈറ്റ് ഇഷ്യൂ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് സോ ദാറ്റ്സ് ഓൾ അബൌട്ട് റൈറ്റ്സ് ഇഷ്യൂ. നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ആൻഡ് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സോ സജഷൻസോ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോമെൻറ്റ് ചെയ്യാനും മറക്കരുത്. ആൻഡ് നമുക്ക് റിട്ടൺ നോട്ട്സ് അവൈലബിൾ ആണ് ഓരോ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്കിൻ്റെ നോട്ട് നമ്മുടെ ഇൻഫൈറ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ നമ്മൾ അന്നന്ന് എടുക്കുന്ന ടോപ്പിക്സിൻ്റെ നോട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. സോ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വേണം എന്നുള്ളവർ എബൌട്ടിലുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ പിൻഡ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം.